ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. നല്ല എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1.5 കപ്പ് റൈസ് ഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന പൊടിയാണ് എടുത്തത്. പൊടിച്ച് വറുത്ത് വെച്ച പത്തിരിപ്പൊടിയാണ് കേട്ടോ. അത് 1.5 കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതിട്ട് കൊടുക്കാം. 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിലിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2.5 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. വേണം തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഈ ബാറ്ററി ഇരിക്കേണ്ടത്. നല്ല ലൂസായിട്ടാണ് ഇതിരിക്കേണ്ടത് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. ഇത്രയും ഒരു ലൂസായിട്ടാണ് ഇതിരിക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം കേട്ടോ. മുട്ട ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ട ഒഴിവാക്കിയിട്ടും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുട്ടയുടെ ടേസ്റ്റൊന്നും വരുമൊന്നുമില്ല. നല്ല ടേസ്റ്റ് തന്നെയാണ് മുട്ട ചേർത്താലും. മുട്ട ചേർത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിനുവേണ്ടി ഇതുപോലുള്ളൊരു ദോശക്കല്ല് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണ എല്ലായിടത്തും ഒന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. മാവ് ഒഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഹൈറ്റിൽ നിന്ന് ഒഴിക്കാം. അപ്പോൾ എല്ലായിടത്തും ഒന്ന് ഇതുപോലെ നൈസായിട്ട് കിട്ടും. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത്. നല്ല ഈസിയാണ് ചെയ്യാൻ, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ടും. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മൾ നീർദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയെന്നുണ്ടെങ്കിൽ അരി കുതിർക്കാൻ വെച്ച് അരച്ചെടുത്തിട്ടൊക്കെയല്ല നമ്മൾ ചെയ്തെടുക്കുക. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിതുപോലെ നമ്മുടെ കയ്യിലുള്ള പത്തിരിപ്പൊടി വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ചെറുപയറിൻ്റെ കറിയും തക്കാളിക്കറിയൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ തക്കാളിക്കറി ചെയ്യുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന തക്കാളിക്കറി എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടെ നോക്കാം. ഇപ്പോൾ നമ്മുടെ ദോശ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട കറി റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ തക്കാളി കറിയാണ് ഇതിലേക്ക് ഉണ്ടാക്കുന്നത്. ഇതുപോലുള്ളൊരു പാൻ വെച്ച് ചൂടാക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ഒരു സവാളയുടെ പകുതി ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല കളറുള്ള തക്കാളി എടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടും. ഈ തക്കാളിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ആദ്യം നമുക്കിതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല കോമ്പിനേഷനാണ്. ഈ ദോശയിലേക്ക് തക്കാളിക്കറി നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 4-5 മിനിറ്റ് ഇതുപോലെ അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതിവിടെ തക്കാളിയൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണിത്. നല്ല കോമ്പിനേഷനാണ് ഈ ദോശയിലേക്ക് ഈ കറി. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം.
അപ്പോൾ നമ്മുടെ അടിപൊളി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്കുള്ള കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്